കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന വളരെ ശക്തമായിട്ട് കേട്ടുകൊള്ളുക. ലോകത്താരും ഇടപെടാതെ മാറ്റിവെക്കുന്ന നിലയിലുള്ള ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തള്ളിക്കളയാതെ ആ പ്രയാസത്തിൽ കിടന്ന് ഉഴലുന്നത് കണ്ട് കരുണ തോന്നി നിങ്ങളുടെ അരികിലേക്ക് രക്ഷിപ്പാൻ ഞാൻ വരുമെന്ന് യേശു പറയുന്നു. വരും, വിടുവിക്കും, കരം പിടിച്ചു ഉയർത്തും. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46 മുതലുള്ളതായ വചനം ഒന്ന് വേഗത്തിൽ വായിച്ചു കേൾപ്പിക്കാം. യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച ശേഷം പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും യേശു ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്റെ മേൽ നടന്ന് അവരെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ ഒരു വാക്കെന്നോട് കർത്താവ് പറയുന്നു, കടന്നു പോകാൻ ഭാവിച്ചു. യേശു എന്തിനായി അങ്ങോട്ട് പോയേ? തന്റെ ശിഷ്യന്മാർ നശിക്കാൻ പോകുന്ന കാഴ്ച കണ്ടിട്ട് തന്നെയാണ്. പോയ റൂട്ട് കരയിലൂടല്ലോ, തിരമാലകളുടെ മീതെ തൃപ്പാദം ചവിട്ടിയാ പോയത്. അവിടെ ചെന്നിട്ട് വലയുന്നവരെ കണ്ടിട്ട് കടന്നു പോകാൻ ഭാവിക്കുന്നു. എന്താ കാര്യം? ഇതൊരു രഹസ്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ചിലരുടെ ജീവിതത്തിന്റെ പരിസരം വരെ വന്നിട്ടുണ്ട്. വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് പറയുന്നു, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിലാണ് ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നതെങ്കിലും നേരെ നിൽക്കാൻ ഒരു കൈസഹായമായിട്ട് ഒരുത്തനും സഹായിക്കാത്ത വിധത്തിലുള്ള വലിയ ചില ബാധ്യതകളെയും ചലഞ്ചുകളെയും നേരിടുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിനക്ക് വേണ്ട ഉത്തരം നിന്റെ ജീവിതത്തിന്റെ പരിസരം വരെ വന്നിട്ടുണ്ട്. അത് കടന്നു പോകണോ, നിങ്ങളുടെ വീട്ടിൽ കയറണോ എന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത്. എന്താ പാസ്റ്റർ പറയുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ സമീപത്തും നടക്കുമ്പോൾ, ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിച്ച് കളയാതെ നമ്മുടേതാക്കി തീർക്കത്തക്ക വിധം അതിലേക്ക് ഒരു വല്ലാതെ അതിനെ പിടിച്ച് സ്വന്തമാക്കാനുള്ള ഒരു ഹൃദയ സമീപനം നമുക്കുണ്ടാകണം. ആയിരക്കണക്കിന് മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ യാചിക്കാനിരിക്കുന്ന യാചകൻ യേശു കടന്നു പോകുന്നത് കേട്ടിട്ട് ഒരു സാധാരണ വഴിപോക്കൻ എന്ന നിലയിൽ യേശുവിനെ കൈവിട്ട് കളഞ്ഞിരുന്നെങ്കിൽ, യേശുവും പൊയ്ക്കൊട്ടെ എന്ന നിലയിൽ അവഗണിച്ചിരുന്നെങ്കിൽ, അയാൾ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ കണ്ണ് തുറക്കപ്പെട്ട അതിശയം പ്രാപിച്ചവനായി എഴുതപ്പെടില്ലായിരുന്നു. മിദ്യാന്യ മരുഭൂമിയിൽ കത്തി ഉയരുന്ന മുൾപടർപ്പിനെ കണ്ടിട്ട് ഒരു തീ എന്ന നിലയിൽ അവഗണിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഒരു മോശ എങ്ങും പ്രസംഗിക്കപ്പെടില്ലായിരുന്നു. ഇതാണ് പറഞ്ഞ ദൈവപ്രവൃത്തിയുടെ ആഴം. ഈ ദൂതിന്റെ ശക്തി മനസ്സിലാക്കുക. നിന്റെ അരികിൽ ഇറങ്ങി വരുന്ന ദൈവശക്തി, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന വാഗ്ദത്ത നിവർത്തി, നിന്നെ തേടി വരുന്നൊരു ദൈവിക സഹായം നിന്റെ പരിസരത്ത് വന്നിങ്ങനെ നിൽക്കും. അതിലേക്ക് ചാടി വീഴേണ്ട ഉത്തരവാദിത്വം ഇന്ന് രാവിലെ കർത്താവിന്റെ കുഞ്ഞെ നിന്റേതാണ്. ഏതു വിഷയവും പരിഹരിക്കപ്പെടും. ഏത് തല പോകുന്ന കാര്യത്തിനും ഒരു സമാധാനമുണ്ടാകും. മടി കൂടാതെ ചാടി വീഴാൻ തയ്യാറാകുക. ഗസയുടെ നിർജ്ജന പ്രദേശത്ത് ഒരു തേര് പോകുമ്പോൾ ഫിലിപ്പോസ് എന്ന ദൈവഭൃത്യനോട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, പോവുക, ആ തേരിനോട് ചേർന്ന് നടക്കുക. ഈ ദിവസങ്ങളിൽ അകലങ്ങളിൽ നടക്കാതെ അടുത്ത് നടക്കാൻ, ദൂരത്തിരിക്കാതെ ചേർന്നിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. ദൈവരാജ്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. അത് നമ്മളുടെ മനോഭാവത്തിന്റെ മേലാണ് പലപ്പോഴും ഡോറുകളെ തുറക്കുന്നത്. യേശു ഒരു വാക്ക് പറഞ്ഞു, യോഹന്നാന്റെ കാലം മുതൽ ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു. എന്നെ വിടുക, എനിക്ക് പോകണമെന്ന് ദൂതൻ പറഞ്ഞപ്പോഴും യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കേ, എന്നിട്ട് ഞാൻ വിടാം. ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചു. ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നയവും ഒരു പിടിവാശി സ്വഭാവവും പുലർത്തുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലതൊക്കെ
നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് തുറക്കാൻ നേരമായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി കൂട്ടിക്കൂ. ഇന്ന് പകൽ വലിയ ചില വിടുതലുകളെ കാണും. ചില താക്കോലുകൾ നിന്റെ കരത്തിൽ കിട്ടും. ചില വമ്പൻ അനുഗ്രഹങ്ങൾക്ക് നീ അവകാശിയായി മാറും. പ്രാർത്ഥിച്ചേക്കാം. ദൈവപ്രവൃത്തി നടക്കാൻ പോവാം. പിതാവേ, വലിയ സന്തോഷത്തോടും നിറഞ്ഞ സ്നേഹത്തോടും അവിടുത്തെ പരിശുദ്ധ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് വലിയൊരു സന്തോഷമായി തീരട്ടെ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അതിശയകരമായ വിടുതലുകൾ അനേകായിരങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണല്ലോ. കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മികച്ചതാ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരുങ്ങി വരുന്നത്. നിങ്ങളുടെ പടിവാതിലിൽ ഇന്ന് വരാൻ പോകുന്ന നന്മ നിങ്ങളെ ശരിക്കും ഞെട്ടിപ്പിക്കും. അത്ഭുതകരവും അതിശ്രേഷ്ഠവുമായൊരു അതിശയമായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളുന്ന ദിനമായത്. വാതിൽ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തടസ്സങ്ങൾ പൊട്ടിമാറട്ടെ. ബന്ധനങ്ങൾ, ചങ്ങലകൾ അഴിഞ്ഞു പോകട്ടെ. ഒരു വലിയ സന്തോഷം ബലവാനാം യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ പൊന്നുമക്കളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ സ്നേഹം നിറഞ്ഞ പൊന്നോമനെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധന ഈ വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിന്റെ 7ാം നിലയിലാണ് നടക്കുന്നത്. വരണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദൂത് ഇപ്പൊ കേട്ടു, ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം, ബലമായെന്നറിയാം. ഇവിടെ കൊണ്ട് നിർത്തിയേക്കരുത്. പകരം ഇതൊരു 10,000ങ്ങളിലേക്ക് എത്തേണ്ടത്. ഷെയർ ചെയ്തൊരു പെട്ടെന്ന് കിട്ടിയ അനുഗ്രഹത്തിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആ ഷെയർ ബട്ടൺ ഒന്ന് അമർത്തി ലൈക്ക് പിടിച്ച് വിട്ടാരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവരോട് പറ്റേ, എല്ലാ ദിവസവും നമ്മൾ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. കർത്താവ് അയച്ചിട്ട് തന്നെ എത്തുന്നത്. ദൈവിക ദൂതുകൾ എന്നും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാണ്.